വാട്സ്ആപ്പ് ഗീസ് ബോക്സ് നാസമാണ്. സ്നാപ്ചാറ്റിലെ മോണിറ്റൈസേഷൻ വന്ന വിവരം എല്ലാവരെയും നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഏകദേശം 1,00,000 രൂപ വരെയൊക്കെ സ്നാപ്ചാറ്റ് വഴി നമുക്ക് ഒരു മാസത്തിൽ സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എങ്ങനെയാണെന്ന് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നാപ്ചാറ്റിന്റെ മോണിറ്റൈസേഷൻ വീഡിയോ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്നാപ്ചാറ്റ് മോണിറ്റൈസേഷൻ ആയി അതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് സ്നാപ്ചാറ്റ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കാം, കൂടാതെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ കിട്ടുവാൻ വേണ്ടി സ്നാപ്ചാറ്റിൽ പ്രോപ്പർ ആയിട്ട് സ്പോട്ട്ലൈറ്റ് വീഡിയോസ് ആഡ് ചെയ്യുന്നതെന്ന് ലൈവ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ആദ്യം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. സ്നാപ്ചാറ്റ് വഴി ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി സ്പോട്ട്ലൈറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്നാപ്ചാറ്റ് ഓപ്പൺ ചെയ്തത് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങളുടെ സ്നാപ്ചാറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. സ്നാപ്ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർഫേസ്, ആ ഒരു ക്യാമറ, സ്നാപ്ചാറ്റിന്റെ ക്യാമറ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഈ ഒരു ക്യാമറ ഓപ്പൺ ആയി വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്നാപ്സ് ഇട്ടുകൊണ്ട് വ്യൂവേഴ്സിനെ കൂടുതൽ നമുക്ക് ആകർഷിക്കാൻ പറ്റും. ഒരുപാട് ഫോളോവേഴ്സിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ദെൻ നമുക്ക് ഈ ഒരു സ്നാപ്പ് ഇടുന്ന ടൈമിലോ അല്ലെങ്കിൽ സ്റ്റോറി ഇടുന്ന ടൈമിലൊക്കെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്നാപ്ചാറ്റിന്റെ ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു പോസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടി. ഈ താഴെ കാണുന്ന എല്ലാം ഓരോ ഫിൽറ്റർ ആണ്. നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിൽറ്റർ നമുക്ക് നമ്മുടെ ആ ഒരു സ്ക്രീനിലേക്ക് അപ്ലൈ ആകുന്നതായിരിക്കും. നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചിൽ മാർ, ചിൽ ഔട്ട്, ഇങ്ങനെ ഒരുപാട് ഫിൽറ്റേഴ്സ്. നിങ്ങൾക്ക് സ്നാപ്പ് ഇടുന്ന ആളുകൾക്കറിയാം പല രീതിയിലുള്ള സ്നാപ്ചാറ്റ് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഒരുപാട് ഇതിലുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേണം സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇടാൻ. നമുക്കിപ്പോൾ വേണ്ടത് ഇതൊന്നുമല്ല. നമുക്കിപ്പോൾ വേണ്ടത് സ്പോട്ട്ലൈറ്റ് ആണ്. ഇതിന് ഈ ഒരു സ്പോട്ട്ലൈറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു അവസാനം കാണുന്ന പ്ലേ ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഈ ഒരു പ്ലേ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് റീൽസ്, നമ്മുടെ ആ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ഈ സ്നാപ്ചാറ്റിന്റെ സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്നും അല്ല വേണ്ടത്. നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാണുന്ന ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ നമുക്കൊരു പ്ലസ് ഐക്കൺ ഒരു സ്ക്വയറിൽ ഇരിക്കുന്നത് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആക്കുക. ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്, അപ്ലോഡ് വീഡിയോ, അതേപോലെ ക്രിയേറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു, ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൺ വോയിസിൽ കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ആഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ലോഡ് വീഡിയോ, നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ ഇതിലേക്ക് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അപ്ലോഡ് വീഡിയോ ആണ്. രണ്ടിനും ഡെമോ ഞാൻ കാണിച്ചു തരാം. ക്രിയേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകുന്നത് നമ്മുടെ ആ ഒരു ക്യാമറ സെക്ഷനിലേക്കായിരിക്കും. ഈ ഒരു ക്യാമറ സെക്ഷനിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്പോട്ട്ലൈറ്റ് ഇടുന്ന സമയത്തും നിങ്ങൾ ഫിൽറ്റേഴ്സ് ഏതെങ്കിലും യൂസ് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്നാപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ഈ ഒരു സ്പോട്ട്ലൈറ്റ് മറ്റുള്ള ഫോളോവേഴ്സിലേക്ക് അല്ലെങ്കിൽ നോൺ ഫോളോവേഴ്സിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഫിൽറ്റർ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടിരിക്കും. ഒരുപാട് ഫിൽറ്റർ, നല്ല നല്ല ഫിൽറ്റേഴ്സ് ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. നല്ല വെറൈറ്റീസ് ഒക്കെ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതിന് ശേഷം സ്പോട്ട്ലൈറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ക്രിയേഷൻ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആരോടും പറയണം ഇല്ലെങ്കിൽ നമുക്ക് ആക്ട് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിലാണ് ഈ ക്രിയേറ്റ് ഓപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഈ ഒരു പ്രസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഈ ഒരു അപ്ലോഡ് വീഡിയോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും. ഇവിടെ വെച്ച് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ആക്കുക. നിങ്ങൾക്ക് വേണ്ട ഏതാണോ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് ബട്ടൺ കാണാൻ സാധിക്കും യെല്ലോ കളറിൽ. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും നമുക്ക് വരുന്നത് നമ്മുടെ ആ ഒരു ക്യാമറ ആയിരിക്കും. ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു കാര്യം വീണ്ടും ഈ ഒരു വൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും പ്ലേ ആയിട്ട് ഇതിന്റെ ബാലൻസ് ആയിട്ട് ഈ ടോപ്പിൽ യെല്ലോ കാണുന്നില്ല, ഇതിന്റെ ബാലൻസ് ആയിട്ട് വീഡിയോ ആയിട്ട് പോകും. അതിന് പകരം നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രിവ്യൂ ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. പ്രിവ്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിൽറ്റർ ആഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഇത്തരത്തിൽ നമുക്ക് ഒരു വീഡിയോയിൽ ഫിൽറ്റർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ ഫിൽറ്റർ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്നാപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോട്ട്ലൈറ്റ് ഇടുന്ന സമയത്ത് ഉറപ്പായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിൽറ്റർ ഇതിലേക്ക് ആഡ് ചെയ്യണം. കാരണം ഫിൽറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് എൻഗേജ്മെന്റ് സ്നാപ്ചാറ്റ് തന്നെ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ആക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്ട്രാ
നമുക്ക് പാട്ട് അല്ലെങ്കിൽ സോങ്സ് ഒക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു മ്യൂസിക് ഐക്കൺ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള ഫീച്ചേർഡ് ആയിട്ടുള്ളതും മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോസ് ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അത് വേണ്ട, വേറെ കാര്യങ്ങളൊക്കെ ഇതിൽ കുറച്ച് ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ മുകളിൽ ടെക്സ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പെന്റെ ബട്ടൺ കാണുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ഇതേപോലെ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ വോയിസ് ഓവറിന്റെ ഓപ്ഷൻ ഉണ്ട്. അറ്റാച്ച്മെന്റ് ഏതെങ്കിലും ഫയൽ അറ്റാച്ച്മെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്രോപ്പ് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും റീലൊക്കെ ഇടുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ദെൻ നമ്മൾ ഇനി ചെയ്യേണ്ടത് സെൻഡ് ടു എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മുടെ വീഡിയോ പ്രോപ്പർ ആയിട്ട് സ്പോട്ട്ലൈറ്റിൽ വന്നിട്ടുണ്ട്, നമുക്കത് മതിയെങ്കിൽ നമ്മൾ ഈ സെൻഡ് ടു എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആക്കുക. ദെൻ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് ആദ്യം വരും. അതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെ നമുക്ക് ഇവിടെ സ്പോട്ട് ലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നമ്മൾ ടിക്ക് ആണെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ടിക്ക് ആണെന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം നമുക്ക് ആ വീഡിയോയ്ക്ക് വേണ്ട ക്യാപ്ഷൻ എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ഈ സ്പോട്ട് ലൈറ്റിന്റെ തൊട്ട് താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷനും ടോപ്പിക്കും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്പോട്ട് ലൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു സ്പോട്ട് ലൈറ്റ് നിങ്ങൾ ആഡ് ചെയ്യാവുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് പേഴ്സണൽ ആയിട്ട് അയക്കണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം. ഇനി അത് വേണ്ട, നേരെ സ്പോട്ട് ലൈറ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഈ ഒരു പ്ലേ ബട്ടണിൽ ഈ ഒരു ആരോ മാർക്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോട്ട് ലൈറ്റിലേക്ക് ഇത് ഓൾറെഡി പോകുന്നതായിരിക്കും. ഇനി സ്റ്റോറി ആഡ് ചെയ്യണമെങ്കിലും ഈ ഒരു ന്യൂ സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോറി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സ്നാപ്ചാറ്റ് സ്പോട്ട് ലൈറ്റ് വീഡിയോസ് ആഡ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോട്ട് ലൈറ്റിലെ വീഡിയോസ് ആഡ് ചെയ്തുകൊണ്ട് ധാരാളം ക്യാഷ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നല്ലൊരു വീഡിയോ ആയി കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.